السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين. اللهم اغفر لها وارحمها ولمصنف هذه الكتاب يا رب العالمين. ഇന്നത്തെ ക്ലാസ് ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ പറയുന്ന സബക്കാണ്. സ്വലാത്തുൽ ജമാഅത്തി ഫി അദാഇ മക്തൂബത്തിൻ ലാ ജുമാഅത്തിൻ സുന്നത്തുൻ മുഅക്കദത്തുൻ. ജമാഅത്തായി നിസ്കരിക്കൽ ഫർളാക്കപ്പെട്ടതായ 5 വക്ത് നിസ്കാരങ്ങളിൽ അദാ ആയ നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കൽ ലാ ജുമാഅത്തിൻ ജുമയിലല്ല, ജുമയില് ജമാഅത്തായി നിസ്കരിക്കല് സുന്നത്ത് മുഅക്കദ് അല്ല, അത് ഫർള് ഐനാണ്. എല്ലാ ജുമാ നിർബന്ധമായ ആൾക്കാർ ജമാഅത്തിലായിട്ട് തന്നെ നിസ്കരിച്ച് തന്നെ തീരും. പിന്നെ ബാക്കിയുള്ള 5 വക്ത് നിസ്കാരങ്ങളിൽ ജമാഅത്തായി നിസ്കരിക്കല് പുരുഷന്മാർക്ക് സുന്നത്ത് മുഅക്കദാണ്, ഏറ്റവും എടുക്കാകപ്പെട്ടതായ സുന്നത്ത്. എടുക്കാകപ്പെട്ട സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാത്തതായ ഒരു കാര്യമാണ് സുന്നത്ത് മുഅക്കദ. ചില സമയങ്ങളിൽ ഉപേക്ഷിച്ചതായ സുന്നത്തുകൾക്ക് സുന്നത്ത് മുഅക്കദ് അല്ല എന്ന് പറയുന്നു. ഈ മുഅക്കദായ സുന്നത്ത് എടുക്കാനുള്ള കാരണം എന്താണ്? ഖബറിൽ മുത്തഫഖ് അലൈഹി ഇമാം സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസാണ്. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫസ്ദി ബി 27 ദറജത്തൻ. ഒരാൾ തനിച്ച് നിസ്കരിക്കൽ, സിംഗിളായിട്ട് ഒറ്റക്ക് നിസ്കരിക്കൽ, അത് ജമാഅത്തായി നിസ്കരിക്കലാകുന്നത് തനിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഒറ്റക്ക് സിംഗിളായിട്ട് നിസ്കരിക്കലാൻ നല്ല ജമാഅത്തായി നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലുള്ളത്. എന്തുകൊണ്ട്? ബി 27 ദറജത്തൻ, 27 ദറജ പ്രതിഫലം കൊണ്ട്. അപ്പൊ സിംഗിളായിട്ട് ഒരു ഫർളാ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കലും അതേ നിസ്കാരത്തിന് 27 പ്രാവശ്യം നിസ്കരിച്ച കൂലിയാണ് ഒരു ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. പിന്നെ ഈ ജമാഅത്ത് സുന്നത്ത് അദായ ഫർളാക്കപ്പെട്ടതായ അദായ നിസ്കാരങ്ങളിലാണ്. എല്ലാ അദായ നിസ്കാരം ഖളാ നിസ്കാരമല്ല, അദായ നിസ്കാരത്തിലാണ് സുന്നത്ത് മുഅക്കദ. അപ്പൊ ഈ അദാ എന്നുള്ള പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു അൽ ഖളാഉ, ഖളാ നിസ്കാരം ഉണ്ടെങ്കിൽ അതിൽക്ക് ജമാഅത്ത് സുന്നത്തില്ല. സുന്നത്താകും എപ്പോൾ? ഇനിത്തഫഖത്ത് മഖദിയത്തുൽ ഇമാമി വൽ മഅമൂമി. ആ ഖളാ വിട്ടപ്പെടുന്ന നിസ്കാരത്തിന്റെ ഇമാമും മഅമൂമും രണ്ടാൾക്കും ഖളാ ആയ നിസ്കാരമുണ്ട്. ഉദാഹരണം, ഇമാമിന് ളുഹർ ഖളാ ഉണ്ട്, മഅമൂം നിസ്കരിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിനും ഒരു ളുഹർ ഖളാ ഉണ്ട്. എങ്കിൽ അവിടെ ജമാഅത്ത് സുന്നത്തുണ്ട്. അല്ലെങ്കിൽ ഫഖിലാഫുൽ ഔല, നല്ലതിനെതിരാണ്. നല്ലതിനെതിരെന്ന് പറഞ്ഞാൽ കറാഹത്താവുകയില്ല. പിന്നെ വബിൽ മക്തൂബത്ത് എന്ന് പറഞ്ഞു, ഫർളാക്കപ്പെട്ടതായ നിസ്കാരങ്ങളിലാണ് ജമാഅത്ത് സുന്നത്ത്. അപ്പോ ഈ ഫർളാക്കപ്പെട്ട നിസ്കാരം പറഞ്ഞതുകൊണ്ട് നേർച്ചയാക്കപ്പെട്ട നിസ്കാരം ഉണ്ടെങ്കിൽ ആ നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല. ഉദാഹരണം, ഒരാള് അതേ പെരുന്നാൾ നിസ്കാരത്തിന് ഒരാൾ നേർച്ചയാക്കിയാൽ അത് ജമാഅത്തിലായിട്ട് നിസ്കരിക്കൽ നിർബന്ധമാകും. ഒരു കാര്യം നേർച്ചയാക്കൽ സുന്നത്തും അതിന്റെ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഒരാള് പെരുന്നാൾ നിസ്കാരത്തിന് ഞാൻ നിസ്കരിക്കുന്നത് നേർച്ചയാക്കിയാൽ ആ നിസ്കാരത്തിന് ജമാഅത്തിലായിട്ട് തന്നെ നിസ്കരിക്കണം. അതേപോലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ജമാഅത്ത് സുന്നത്താകപ്പെടുന്നില്ല. ഏത് റവാത്തിബ് നിസ്കാരം, ദുഹാ നിസ്കാരം, ഈ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തില്ല. ബാക്കിയുള്ള തറാവീഹ്, വിത്ർ പോലത്തെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് സുന്നത്ത് നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിക്കാനുള്ളതാണ്. ഹനഫി മദ്ഹബിൽ ദിക്ർ തൊട്ടെങ്കിൽ ഒളുപോണില്ല. ഷാഫി മദ്ഹബിൽ തൊട്ടെങ്കിൽ ഒളുപോണ്ട്.
ഹനഫിരൊട്ട് ജമാഅത്തായി നിസ്കരിക്കമോ? ഷാഫി മദ്ഹബില് ഒരാൾ ഔറത്ത് തൊട്ടെങ്കിൽ ഉളു പോകും. ഹനഫി മദ്ഹബില് പോണില്ല. അപ്പൊ ഒരു ഹനഫി മദ്ഹബുകാരന്റെ ഇമാമത്ത് നിൽക്കുന്ന ഒരാള് അയാള് മുന്തുവാരത്തെ തൊട്ടതായിട്ട് ഞങ്ങൾ ഉറപ്പിച്ചിട്ട് കണ്ടെങ്കിൽ ഞങ്ങൾ അയാളുടെ തുടർ തീറ ആ ജമാഅത്ത് സ്വഹിയാകും ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.